Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഡെയിലി MCQs സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്ണർ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിങ്, ഈ 3 പേപ്പറിന്റെയും ഈ 3 മുഡ്യൂളിന്റെയും ഇൻട്രൊഡക്ഷൻ പാർട്ട്ണർ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs കഴിഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ 100 ഡേ സ്റ്റഡി പ്ലാൻ, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടിൻ്റെ കോച്ചിങ് ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ്മെന്റ് 1, വേസ്റ്റ് ഹാസ് നോ റിയലൈസബിൾ വാല്യൂ. നമ്പർ 2, സ്ക്രാപ്പ് ഹാസ് ലോ റിയലൈസബിൾ വാല്യൂ. Number 3, spoilage is production loss due to inefficiency. Options 1 and 2, 2 and 3, only 1, all are correct. നമുക്ക് നോക്കാം. നമ്പർ 1, വേസ്റ്റ് ഹാസ് നോ റിയലൈസബിൾ വാല്യൂ. വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിന് പിന്നെ റിയലൈസബിൾ വാല്യൂ ഇല്ല, ശരിയല്ലേ? വേസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവാപ്പറേഷൻ വേസ്റ്റ് ആയി പോയി, പിന്നെ അതിന് നമുക്ക് എന്തില്ല, വേറെ വാല്യൂ ഒന്നുമില്ല, വിറ്റതിൽ നിന്ന് വേറെ പൈസ ഒന്നും നമുക്ക് കിട്ടില്ല, വേസ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ വേസ്റ്റ് എന്ന് പറയണത്. ദെൻ സ്ക്രാപ്പ് ഹാസ് ലോ റിയലൈസബിൾ വാല്യൂ. അത് ശരിയല്ലേ? സ്ക്രാപ്പ് ആണെങ്കിലോ നേരെ മറിച്ച് യൂസ് ചെയ്ത് ഏറ്റവും അവസാനത്തിലേക്ക് എത്തി തുരുമ്പിന് വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയണ പോലെയാണ്. അതിൽ നിന്ന് വിറ്റിട്ട് നമുക്ക് ചെറിയൊരു പൈസ ലഭിക്കും. ലോ റിയലൈസബിൾ വാല്യൂ. സ്പോയിലേജ് ഈസ് പ്രൊഡക്ഷൻ ലോസ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻസി. കറക്റ്റ് അല്ലേ? നമ്മളൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അപ് ടു ക്വാളിറ്റി, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലോട്ട് എത്താണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ സ്പോയിലേജ് എന്ന് പറയാം. സോ ഇൻഎഫിഷ്യൻസി കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ 3ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. ഓൾ ആർ കറക്റ്റ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. നോർമൽ ലോസ് ഈസ് അൺഅവോയ്ഡബിൾ. Abnormal loss is controllable. Normal loss cost is included in product cost. 1 and 3, 2 and 3, 1 and 2, all are correct. നോക്കാം നമുക്ക്. നമ്പർ 1, നോർമൽ ലോസ് ഈസ് അൺഅവോയ്ഡബിൾ. കറക്റ്റ് ആണ്. നോർമൽ ലോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാർട്ടാണ്. എങ്ങനെ പോയാലും നമുക്ക് ഇത്ര പെർസെൻറ്റേജ് നോർമൽ ലോസ് വരും. ഇപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് തന്നെ ബൾക്കായിട്ടൊരു സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതിലൊരു 5% എന്തായാലും അവിടെ എന്തുണ്ടായിരിക്കും, മോശമായിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയില്ലേ നമ്മൾ. എന്ന് പറയണ പോലെ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത്ര പെർസെൻറ്റേജ് എന്തായാലും ചെറിയൊരു തെറ്റുകളായി നഷ്ടം വരും എന്നുള്ളതാണ്. അത് അൺഅവോയ്ഡബിളാ. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അബ്നോർമൽ ലോസ് ഈസ് കൺട്രോളബിൾ. അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്, ശരിയല്ലേ? നമ്മൾ ബെറ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തു, പുതിയ ടെക്നോളജിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ സേഫ്റ്റി ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ശരിയാണ്, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ നോർമൽ ലോസ് കോസ്റ്റ്. നോർമൽ ലോസിലൂടെ ഉണ്ടാകുന്ന അതിൻ്റെ കോസ്റ്റ് അത് നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വയ്ക്കും. കറക്റ്റാണ്, ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്റ്റ് കോസ്റ്റ്. ഓക്കെ, 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ. ഓൾ ആർ കറക്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23. FIFO issues material at oldest price. FIFO reflects current market price in closing stock. FIFO is suitable in inflationary conditions. 1 and 2, 2 and 3, 1 and 3, all are correct. നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, FIFO issues material at oldest price. ശരിയല്ലേ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം മേടിച്ച
പ്രൈസിലാണ് ഇഷ്യൂ നടത്തുന്നത്, ഓൾഡസ്റ്റ് പ്രൈസിൽ. ശരിയാണ്. ഫിഫോ റിഫ്ലെക്ട്സ് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്, അതും ശരിയല്ലേ. ഫിഫോയില് നമ്മളെന്താ ആദ്യം മേടിച്ചത് ആദ്യം ഇഷ്യൂ നടത്താണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇഷ്യൂ നടത്താത്ത ലാസ്റ്റ് കയ്യിൽ ഉണ്ടായിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം മേടിച്ചായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് റിഫ്ലക്ട് നിൽക്കുന്നു, നിയറസ്റ്റ് ആയിട്ട് വരും. ശരിയല്ലേ. ആദ്യത്തെ ഒക്കെ പോയി പിന്നെ ഏറ്റവും അവസാനം മേടിച്ചതാണ് നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവുക. അത് ഇപ്പോഴത്തെ പ്രൈസിൽ തന്നെ ആയിരിക്കും ഏകദേശം വരെ. ശരിയല്ലേ. ദെൻ ഫിഫോ ഈസ് സ്യൂട്ടബിൾ ഇൻ ഇൻഫ്ലേഷണറി കണ്ടീഷൻസ്. ശരിയല്ലേ വരുന്നത്. ഫിഫോയാണ് ഇൻഫ്ലേഷണറി കണ്ടീഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാ? ഇപ്പോൾ നമ്മൾ ആദ്യം മേടിച്ചത് ആദ്യം ഇഷ്യൂ നടത്തുന്നു. അപ്പോൾ 10 രൂപയ്ക്ക് ആദ്യം മേടിച്ചു, അതാണ് നമ്മൾ ഇഷ്യൂ നടത്തുന്നത്. രണ്ടാമത് മേടിക്കുന്നത് രണ്ടാമത് ഇഷ്യൂ നടത്തുന്നു. അപ്പോൾ ഫിഫോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, ഗുണം എന്താണ്? സ്യൂട്ടബിലിറ്റി എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ പണപ്പെരുപ്പം സംഭവിക്കുകയാണ്, ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ മെറ്റീരിയല് ഇഷ്യൂ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം മേടിച്ചത് ആദ്യം പോകുന്നു, രണ്ടാമത് മേടിച്ചത് രണ്ടാമത് പോകുന്നു. അതുകൊണ്ട് തന്നെ ആ മൂവ്മെന്റ് സംഭവിക്കുന്നത് മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ഇഷ്യൂ പോകുന്നത്. സോ അങ്ങനെ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ഇഷ്യൂ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഫിഫോ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഫിഫോ ഈസ് ആക്ച്വലി സ്യൂട്ടബിൾ ഫോർ ഇൻഫ്ലേഷണറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 24. LIFO issues material at latest price. LIFO is permitted under Indian accounting standards. LIFO reduces taxable profit during inflation. 1 and 3, 2 and 3, 1 and 2 all are correct. നോക്കാം നമുക്ക്. LIFO issues material at latest price. അത് ശരിയല്ലേ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, ലേറ്റസ്റ്റ് പ്രൈസിലാണ് ഇഷ്യൂ നടത്തുന്നത്. LIFO ഈസ് പെർമിറ്റഡ് അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അത് തെറ്റാണ്. LIFO ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലൊന്നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അത് തെറ്റായിട്ടുള്ളതാണ്. ദെൻ LIFO റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫിഫോൻ്റെ കേസ് പറഞ്ഞു. ഫിഫോയിൽ നമ്മൾ ഓൾഡസ്റ്റ് പ്രൈസിലാകുമ്പോൾ പലപ്പോഴും അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം മേടിച്ച സാധനമാണ് നമ്മൾ ആദ്യം ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ ആദ്യം മേടിക്കുമ്പോൾ മിക്കതും അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് LIFOയിൽ ലേറ്റസ്റ്റ് മേടിച്ച പ്രൈസാണ് നമ്മൾ ഇഷ്യൂ നടത്തുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റ് അവിടെ കുറയാനുള്ള സാധ്യതയാണ്. പ്രോഫിറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ ഉണ്ടാവുക, നമ്മുടെ ടാക്സ് എമൗണ്ടും ടാക്സ് ലൈബിലിറ്റിയും കുറയും. അതുകൊണ്ടാണ് LIFO റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾഡസ്റ്റ് പ്രൈസിൽ കുറവ് പ്രൈസിന് ആണ് നമ്മൾ ഇഷ്യൂ നടത്തണമെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതയാണ് അവിടെ വരുന്നത്. ഫിഫോയിലാണ് പ്രോഫിറ്റബിലിറ്റി കൂടാൻ സാധ്യത. LIFOയിൽ ലേറ്റസ്റ്റ് പ്രൈസിൽ ഇഷ്യൂ നടത്തുന്നതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക. പ്രോഫിറ്റ് കുറയുമ്പോൾ ടാക്സ് ലൈബിലിറ്റി കുറയും. അതാണ് പറയുന്നത് LIFO റെഡ്യൂസസ് ടാക്സബിൾ പ്രോഫിറ്റ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഓക്കെ, സോ 1ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 25. Weighted average smoothens price fluctuations. Simple average ignores quantities. Weighted average is more accurate than FIFO. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. വെയ്റ്റഡ് ആവറേജ് സ്മൂത്തൻസ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. കറക്റ്റാണ്. പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് ഫോളോ ചെയ്യുന്നത് പ്രൈസ്. കാരണം എല്ലാതും എടുത്ത് അതിൻ്റെ ആവറേജ് കാണുമ്പോൾ ഈ ഫ്ലക്ച്വേഷൻ്റെ പ്രശ്നം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്, സ്മൂത്തൻ ചെയ്യാൻ പറ്റുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ ആവറേജ് ഇഗ്നോർസ് ക്വാണ്ടിറ്റീസ്, അതും ശരിയല്ലേ. അതിൽ ക്വാണ്ടിറ്റി എടുക്കുന്നില്ല, പ്രൈസിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. ശരിയാണ്. ദെൻ വെയ്റ്റഡ് ആവറേജ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ഫിഫോ. അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ മെത്തേഡ് അല്ല ആക്യുറസി തീരുമാനിക്കുന്നത്, പർപ്പസ്. നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എടുക്കേണ്ടത്. അല്ലാണ്ട്
ഈ ഒരു മെത്തേഡ് വെയിറ്റഡ് ആവറേജ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് കുറച്ചുകൂടി പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് സ്മൂത്തൻ ആക്കി നൽകുന്നു എന്നുള്ളതാണ്. അതല്ലാണ്ട് ഫിഫോനേക്കാളും ബെറ്റർ വെയിറ്റഡ് ആണെന്നുള്ളത് ഇല്ല. നമുക്ക് ഒരു സ്ഥാപനത്തിന് എന്താണോ പർപ്പസ്, ആ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ മെത്തേഡ് എടുക്കേണ്ടത്. അതല്ലാണ്ട് ഇതിനേക്കാൾ ബെറ്റർ ഇതാണെന്ന് നമുക്ക് പലപ്പോഴും പറയാൻ സാധിക്കില്ല. ആക്യുറസി ബെറ്റർ എന്ന് പറഞ്ഞാൽ ആക്യുറസി കൂടുതലാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ മെത്തേഡ് തീരുമാനിക്കുക. അപ്പോൾ 1ഉം 2ഉം ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ ഡിസ്കഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അപ്പോൾ ഡെയിലി MCQs എല്ലാവരും ഫോളോ ചെയ്യുക, എല്ലാവരും കേൾക്കുക, പഠിക്കുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.